ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. CSR കോൺക്ലേവ് കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ചെറുക്കുന്നതിനുള്ള സഹകരണപരവും നൂതനവും സുസ്ഥിരവുമായ തന്ത്രങ്ങൾ ചർച്ച ചെയ്യും. ഛത്തീസ്ഗഡിലെ ഭിലായി സ്റ്റീൽ പ്ലാന്റിന്റെ CSR സംരംഭത്തിന് കീഴിലുള്ള ഗിഫ്റ്റ് മിൽക്ക് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടവും ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC കോട്ടയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കും. KPS മേനോൻ ഹാളിൽ കേരള കൗമുദി സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 12-ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. മലപ്പുറം പായിപ്പാട്, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ 13-ന് നടക്കും. 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മുന്നോടിയായി ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ പുസ്തകോത്സവം ഡയറക്ടറിയുടെയും ഫെസ്റ്റിവൽ സോങ്ങിന്റെയും പ്രകാശനവും നടന്നു. നിയമസഭാ സമുച്ചയത്തെ വർണ്ണശബളമാക്കുന്ന വൈദ്യുതാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം വൈകിട്ട് സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. നാളെ മുതൽ ഈ മാസം 13 വരെ നിയമസഭാ സമുച്ചയത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിൽ വടക്കേ മലബാറിന്റെ തനത് അനുഷ്ഠാന കലയായ തെയ്യം അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് മാഹിയിൽ നിന്നുള്ള തെയ്യം പൈതൃക സമിതി അവതരിപ്പിക്കുന്ന കൊടിയേറ്റം ചടങ്ങോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സ്പീക്കർ AN ഷംസീറിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി സജി ചെറിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 12 വരെയാണ് തെയ്യം അരങ്ങേറുക. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പങ്കെടുക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ 13 വരെ തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയങ്ങളും സൗജന്യമായി സന്ദർശിക്കാം. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 12-ന് മൃഗശാലയും മ്യൂസിയങ്ങളും തുറന്നു പ്രവർത്തിക്കുമെന്ന് മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് കൽമാടി അന്തരിച്ചു. പൂനെയിലായിരുന്നു അന്ത്യം. 82 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കാലത്ത് റെയിൽവേ സഹമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാന ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് ദുബായ് ആതിഥേയത്വം വഹിക്കും. അടുത്ത മാസം 15 മുതൽ 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ 35-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1200-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യയുടെ ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെയും നേതൃത്വത്തിൽ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സയൻസ് ഇന്ത്യ ഫോറമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബെനോണിയിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഡക്വർത്ത് ലൂയിസ്റ്റൺ നിയമപ്രകാരം ഇന്ത്യയുടെ വിജയലക്ഷ്യം 27 ഓവറിൽ 174 റൺസായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ 23.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അനായാസ ജയം നേടുകയായിരുന്നു. ഇതോടെ ഇന്ത്യ 2-0 പരമ്പര സ്വന്തമാക്കി. ക്വാലാലംപൂരിൽ ഇന്ന് നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു മത്സരിക്കും. പരിക്കിനെ തുടർന്ന് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന PV സിന്ധുവിന്റെ തിരിച്ചുവരവാകും ഈ ടൂർണമെന്റ്. 16ാമത് കക്കാട് സാഹിത്യ പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഇന്ന് വൈകിട്ട് കോഴിക്കോട് നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.